പെരുന്നാൾ ചിത്രം എന്നുള്ള രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തതാണോ അതോ സിനിമ പെരുന്നാളായി പോയതാ? വേറെ ഒന്നുമില്ല ഞാൻ ചോദിച്ചത്. യൂഷ്വലി ഫെസ്റ്റിവൽസിന് റിലീസ് ചെയ്യുന്ന അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, അങ്ങനെ തീർന്നപ്പോൾ ഈ സമയമായെന്നേ ഉള്ളൂ. അപ്പോൾ ഫെസ്റ്റിവലിന് ഇറങ്ങുന്ന സിനിമയെക്കുറിച്ച് പലപ്പോഴും പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് ഒരു മെഗാ സ്റ്റാർ ഉള്ള സിനിമയും കൂടി ആകുമ്പോൾ പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻസ് ചിലപ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് ഒന്ന് ഇറങ്ങി അങ്ങോട്ട്, ചിലപ്പോൾ അങ്ങനത്തെ സിനിമ ആയിരിക്കില്ല. ചിലപ്പോൾ ഈ ഫെസ്റ്റിവൽ സിനിമകളെന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഫെസ്റ്റിവൽ ഇല്ലാത്ത സിനിമകളും ഉണ്ട്. അത് പക്ഷേ ഓരോരുത്തർ കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. സിനിമ ഫെസ്റ്റിവൽ ആകുന്നതാണ് എപ്പോഴും ആയത്. ഒരു സിനിമ ഇറങ്ങുന്നതാണ് ഫെസ്റ്റിവൽ. ഇതെല്ലാം വളരെ ഡിഫറെൻറ്റ് ജോണേഴ്സിൽ പെടുന്ന സിനിമകളാണ്. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിന് ശേഷം അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ട് ഈ പല ജോണേഴ്സ്? എന്ത് എക്സ്പീരിയൻസ്, കഷ്ടപ്പാടല്ലേ വേറെ എന്ത് എക്സ്പീരിയൻസ്? ഓരോന്നിനും ഓരോ സ്ട്രെയിനാണ്. ഇപ്പോൾ മാമാങ്കം ചെയ്യുമ്പോൾ അത്രയും എഫർട്ടാണ്, എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടത്. ഇതിനിപ്പോൾ തന്നെ എന്തെല്ലാം പാടുപെട്ടു. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സിനിമ ഇപ്പോൾ നമുക്ക് ജീവിതമില്ലല്ലോ, ഇപ്പോൾ സിനിമയേ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ക്രാമറുടെ മുമ്പിലാണ് സിനിമയിൽ അഭിനയിക്കുക. പക്ഷേ അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതം ഇല്ല ഇപ്പോൾ. ഫുൾ ടൈം ആരെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കും ജീവിതം. സന്തോഷമുള്ള ജോലിയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. എല്ലാവരും നമുക്ക് സന്തോഷം തരുന്ന ജോലിയേ ചെയ്യുള്ളൂ. എത്ര എക്സ്പീരിയൻസ് ഉള്ള, എത്ര നേട്ടങ്ങളുള്ള ഒരാളാണെങ്കിൽ പോലും മറ്റേ എനി ഗിവൺ പോയിന്റ് ഇൻ ടൈം ഓരോരുത്തർക്കും ടിക്ക് ഓഫ് ചെയ്യാൻ കുറേ കാര്യങ്ങളുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവും എന്ന് പറയും. മമ്മൂക്കിയെ സംബന്ധിച്ചോളം ഇപ്പോൾ അറ്റ് ദിസ് പോയിന്റ് എന്താണ് ടിക്ക് ചെയ്യാനുള്ള ഐറ്റംസ്? ഇനി എന്താണുള്ളത്? സിനിമയിൽ അഭിനയിക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു പിന്നെ ഉള്ളത് സിനിമയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒന്നുമില്ല. സിനിമയിൽ വരിക, അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയല്ലേ, തീരുന്നില്ല. ബാക്കിയെല്ലാം പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങളാണ്. റിമോട്ടസ്റ്റ് ഡ്രീമിൽ പോലില്ലാത്ത കാര്യങ്ങളാണ്. ധൈര്യപ്പെടാത്ത അല്ല, വളരെ വിദൂര ആശലവാട് പോയിട്ട് എന്ത് ലോക്കൽ സിനിമയിൽ വരുന്ന ഒരാൾക്ക് സിനിമയിൽ ഏതെങ്കിലും താനയിലോ മറ്റോ ഒരു പടം അടിച്ചു വരണമെന്നൊക്കെ ആയിരിക്കും. അത് മാത്രമല്ല യെസ് ബോസ്, അതാണ് നമ്മൾ പ്രതീക്ഷിച്ച റോള്. അതിനപ്പുറത്തേക്ക് ഇത്രയും കാര്യം നമ്മൾ പ്രതീക്ഷിച്ചതോ സ്വപ്നം കണ്ടതോ ഒന്നുമല്ല ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഭംഗിയായി തന്നെ പോകുന്നു. സ്വപ്നങ്ങളിൽ ഇതൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. സ്വപ്നത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഈ യങ് സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഓഫ്കോഴ്സ് അവര് മമ്മൂക്കയിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന എക്സ്പീരിയൻസിൻ്റെതായ ഒത്തിരി എനർജി ഉണ്ട്. തിരിച്ചെന്താണ് മമ്മൂക്ക ഡ്രോ ചെയ്യുന്നത്? തിരിച്ചൊരുപാട് എനർജി കിട്ടും, പക്ഷെ അത് അവരോട് പറയരുത്, റിവീൽ ചെയ്യരുത് അല്ലേ? അത് നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല. ലൊക്കേഷനിൽ വെച്ച് എപ്പോഴും ഒരു പുതിയൊരാളുടെ പോലെയാണ് നമുക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി അല്ലേ ഉണ്ട്. ആ ഒരു എപ്പോഴും അങ്ങനത്തെ ഒരു ഞാൻ ആരോടോ പറഞ്ഞ പോലെ ഞാൻ എന്നിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയെ വളർത്തുന്നുണ്ട്. വളർത്താതെ വെച്ചിരിക്കുക, കുട്ടിയായിട്ട് തന്നെ വെച്ചിരിക്കുക, ബോൺസായി ആക്കി വെച്ചിരിക്കുക. ഈ മാഗസിന്റെ കവർ ഷൂട്ടിന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഇൻ ലവ് വിത്ത് ദ കിങ് എന്നാണ്. നമുക്ക് അറിഞ്ഞുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ കണ്ടില്ല. മമ്മൂക്കയോട് ഇപ്പോഴും നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും യങ് ക്രോപ്പ് ഓഫ് നായികമാർക്കും പ്രണയമാണെന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ ചുമ്മാ നമ്പറാണ്. We admire you. Of course, why not? We love you. Oh, thank you. I think I'm blushing more.